ചരക്ക് കപ്പൽ സിംഗപ്പൂരിന്റെ ഫ്ലാഗ് ഉള്ള കപ്പലാണ്. ആ കപ്പൽ വെള്ളിയാഴ്ച പുറപ്പെട്ടതാണ് കൊളംബോയിൽ നിന്ന്. പിന്നീട് ഇന്ന് രാവിലെയാണ് സ്ഫോടനമെന്ന വിവരം കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്നത്. ഏത് ഭാഗത്തിലൂടെയാണ് ഇത് സഞ്ചരിച്ചിരുന്നത്? നവി മുംബൈയിലേക്ക് കൊളംബോയിൽ നിന്ന് പോവുകയായിരുന്നു. സഞ്ചാരപാത എങ്ങനെയായിരുന്നു? അപ്പം എന്തൊക്കെ വസ്തുക്കളുണ്ട്, അപകടകരമായ വസ്തുക്കളുണ്ട് എന്ന് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്, എത്രത്തോളം അതിൽ ആശങ്ക വേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ നിഖിൽ പ്രമേഷ് കൂടിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം. നിഖിൽ, ആദ്യം ഇതിന്റെ സഞ്ചാരപാത, കൊളംബോയിൽ നിന്ന് വെള്ളിയാഴ്ച പുറപ്പെട്ടതാണ്, നവി മുംബൈയിൽ ഇന്നോ നാളെയോ എത്തേണ്ടതായിരുന്നു എന്നതാണ് പല സ്ഥലങ്ങളിലും കാണുന്നത്. ചിലയിടത്തൊക്കെ നാളെ എന്നും കാണുന്നുണ്ട്. ഈ സഞ്ചാരപാത എങ്ങനെയായിരുന്നു കപ്പലിന്റെ? അനുജ, ഈ കപ്പൽ ഇപ്പോൾ ഈ അറബിക്കടലിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിൽപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉയരുന്ന ഒരുപാട് ആശങ്കകളുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ആദ്യം അനുജ ചോദിച്ചതുപോലെ തന്നെ ഇതിന്റെ സഞ്ചാരപാത സംബന്ധിച്ചാണ് വിശദമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടത്. ഇപ്പോൾ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളിയാഴ്ച പുറപ്പെട്ട ഈ ചരക്ക് കപ്പൽ എത്തിച്ചേരേണ്ടിയിരുന്നത് നാളെയാണ്, അതായത് 10-ാം തീയതിയാണ് എത്തിച്ചേരേണ്ടിയിരുന്നത്. അതിന്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് ഇപ്രകാരമായിരുന്നു. വെള്ളിയാഴ്ച കൊളംബോയിൽ നിന്ന് യാത്ര തിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ആശങ്കകളോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ശാന്തമായി നാളെ വൈകിട്ട് ഏതാണ്ട് 4:50 ആണ് അത് മുംബൈ തീരത്ത് എത്തേണ്ടിയിരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഒരുപക്ഷെ വെള്ളിയാഴ്ച വൈകിട്ട് ഏതാണ്ട് 5:50 പുറപ്പെട്ടതാണ്. മറ്റെല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിക്കൊണ്ട് 620 കണ്ടെയ്നറുകളാണ് ആകെ ഈ ചരക്കു കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏതാണ്ട് 20 കണ്ടെയ്നറുകൾ മാത്രമാണ് ഇപ്പോൾ കടലിലേക്ക് പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ഈ കണ്ടെയ്നറുകളിലുള്ള സാധനങ്ങൾ ഇപ്പോൾ പ്രധാനമായും കോസ്റ്റ് ഗാർഡ് അടക്കം ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കപ്പൽ ഒരു കാരണവശാൽ, ഇപ്പോൾ കപ്പലുള്ളത് എവിടെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ആദ്യം നമുക്ക് ലഭ്യമായിരുന്ന വിവരങ്ങൾ പ്രകാരം ബേപ്പൂർ തീരത്തോട് വളരെ ചേർന്ന് എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അപ്രകാരമല്ല. കണ്ണൂർ അഴീക്കൽ തീരത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഈ കപ്പലുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് ഏതാണ്ട് ഈ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഈ കപ്പലിന്റെ ഇപ്പോഴുള്ള സാന്നിധ്യമുള്ളത്. കപ്പലിന്റെ ഓരോ ഭാഗങ്ങൾ ഇപ്പോൾ ഭാഗികമായെങ്കിലും കടലേക്ക് മുങ്ങുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ മുങ്ങുകയാണെങ്കിലുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഈ നമുക്കറിയാം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ കപ്പലിന്റെ ഒരു വൈഡ് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതിൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് ഏത് തരത്തിലാണ് ഇത് ഒരു പക്ഷേ മുങ്ങുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് ഈ മത്സ്യബന്ധന മേഖലയാണ്. അഴീക്കലിലടക്കം നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ നിരന്തരം എത്തിച്ചേരുന്നത്. ബേപ്പൂരിൽ നിന്നാണെങ്കിലും അഴീക്കലിൽ നിന്നാണെങ്കിലും ഒരുപാട് മത്സ്യബന്ധനം നടക്കുന്ന മേഖലയാണ്. അവിടെ ഇത്തരത്തിൽ ഒരുപാട് കണ്ടന്റ് ഉള്ള ഒരു ഷിപ്പ് മുങ്ങുമ്പോൾ അതിൽ നിന്നുള്ള ഈ കണ്ടെയ്നറുകളിലുള്ള സാധനങ്ങൾ അത് കടലിൽ പരക്കുമ്പോഴുള്ള ആശങ്ക എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ ആശങ്ക ആളുകളിൽ നിലനിൽക്കുന്നു, സജീവമായി നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ നേരത്തെ പുറത്തു വന്നതിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്, ആദ്യം 22 ജീവനക്കാർ എന്ന് പറയുന്നിടത്ത് നിന്ന് ഇപ്പോൾ 40ലേക്ക് കണക്കുകൾ മാറുന്നുണ്ട്. 18 പേർ ഈ വെള്ളത്തിലേക്ക് മുങ്ങി. അതായത് ഈ തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ, പൊട്ടിത്തെറി ഉണ്ടായ ഉടനെ തന്നെ അവർ കടലിലേക്ക് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റുള്ള ആളുകൾ എവിടെ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അനുജ. എന്തായാലും ഈ പാത അവർക്ക് നാളെ വൈകിട്ട് 4:50 എത്തിച്ചേരേണ്ടിരുന്ന ആ സംഘത്തിന് എന്തായാലും അവിടെ എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നാളെ ഏതാണ്ട് 4:50 അവിടെ എത്തിച്ചേരും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്ന കാര്യം. എന്തായാലും ആ ശ്രമം ഈ ബേപ്പൂർ, അതായത് അഴീക്കലിന് സമീപത്ത് വെച്ച് 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് അവർക്ക് ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വരികയാണ്. സ്വാഭാവികമായിട്ടും ഇനി എല്ലാവരെയും രക്ഷപ്പെടുത്തുക, അതിനുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, അതിലുള്ള 620 കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കൾ അത് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ആശങ്ക വെക്കുന്ന ഒരു കാര്യം, ആശങ്ക നിറയ്ക്കുന്ന മറ്റൊരു കാര്യം. അനുജ, അതെ നിഖിൽ, ഇപ്പോൾ ഇതിൽ അല്പസമയം മുൻപ് VN വാസവൻ പറഞ്ഞത് 50 കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട് എന്നതാണ്. 20 എന്നൊക്കെയുള്ള കണക്കുകൾ നേരത്തെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒരു അവ്യക്തതയുണ്ട്. അതെല്ലാം ഇനി സ്ഥിരീകരിച്ച് ഔദ്യോഗികമായി തന്നെ നൽകേണ്ടതാണ്. പക്ഷേ അതിനു മുൻപ് പ്രഥമ പരിഗണന കാണാതായവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക, മറ്റൊന്ന് തീ നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ്. ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് 4 തരം അപകടകരമായ വസ്തുക്കൾ ഈ കപ്പലിലുണ്ട് എന്നുള്ളതാണ്. തീ പിടിക്കാൻ സാധ്യതയുള്ളതാണ്, പല കാറ്റഗറിയിൽ പല ക്ലാസ്സുകളിലായി തിരിച്ചിട്ടുള്ളതാണ്. അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് നിഖിൽ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 തരം വിഭാഗത്തിൽ, അതായത് 620 കണ്ടെയ്നറുകളുള്ള ഒരു ഷിപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാകും, പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാകും. അതിൽ തന്നെ നമ്മൾ ആശങ്കപ്പെടേണ്ടുന്നത് 4 കാറ്റഗറികളെ കുറിച്ചാണ്. അത് ഏത് തരത്തിലാണ് നമുക്ക് പരിശോധിക്കാം. ഈ ഷിപ്പിലുള്ളത് 4 തരം അപകടകരമായ വസ്തുക്കൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലാസ് 3. അത് തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകമാണ്. അത് നമ്മൾ വളരെ ഗൗരവം വെക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്ലാസ് 3യിൽ പെടുന്ന കണ്ടെയ്നറുകൾ ഈ ഷിപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് എത്രയും
വേഗത്തിൽ സുരക്ഷിതമായി കരയിലേക്ക് എത്തിക്കാനായിരിക്കും ഒരുപക്ഷെ കോസ്റ്റ് ഗാർഡ് പ്രഥമ പരിഗണന നൽകുക എന്നുള്ളത് ഓർക്കണം. മറ്റൊന്ന് ക്ലാസ് 4-1, ഇത് തീപിടിക്കാൻ സാധ്യതയുള്ള ഖരവസ്തുക്കളാണ്. ഇതിന്റെയും സാന്നിധ്യം ഈ കണ്ടെയ്നറുകളിലുണ്ട്. അതിലെത്ര കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് മറഞ്ഞതിലുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കണക്കില്ല. അത് ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ഈ ഷിപ്പ് അധികൃതർ ഉടമകൾക്ക് മാത്രമേ പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകൂ. മറ്റൊന്ന് ക്ലാസ് 4-2 വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇത് തനിയെ തീപിടിക്കാൻ സാധ്യതയുള്ളവയാണ്. ഇപ്പോഴുണ്ടായിട്ടുള്ള തീപിടുത്തത്തിനൊപ്പം തന്നെ ഒരുപക്ഷെ ഇതിന് തീപിടിക്കാനുള്ള സാധ്യതയുണ്ട്. തനിയെ തീപിടിക്കാൻ സാധ്യതയുള്ളവയാണ് ക്ലാസ് 4-2 വിഭാഗത്തിൽപ്പെടുന്ന സാധനങ്ങൾ. ക്ലാസ് 6-1 വിഭാഗത്തിൽ പെടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് വിഷമുള്ള രാസവസ്തുവാണ്. അപ്പോൾ ഇതൊക്കെ കടലിൽ പകരുമ്പോൾ, കടലിലേക്ക് ഇത് ചെന്നുപെടുമ്പോൾ, പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്ര വലുതായിരിക്കും എന്നുള്ള ആശങ്കകളാണ് ഇപ്പോൾ വിദഗ്ധരടക്കം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വസ്തുക്കൾ എത്രയും വേഗത്തിൽ കരയിലേക്ക് എത്തിക്കണം, ഈ കപ്പൽ മുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രധാനമായും കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കപ്പൽ പൂർണ്ണമായി ഈ കടലിലേക്ക് മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു പോരുകയാണ്. അത് ഏതൊക്കെ തരത്തിൽ ഈ സാധനങ്ങൾ പൂർണ്ണമായി നീക്കിയാൽ തന്നെ ഒരു പക്ഷേ കപ്പൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് അധികൃതരടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 4 വിഭാഗത്തിൽപ്പെടുന്ന സാധനങ്ങൾ അത് നമ്മെ ആശങ്കപ്പെടുത്തുന്നതാണ്. അത് അത്രയും വേഗം കരയിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനോ ഉള്ള ശ്രമങ്ങളായിരിക്കും വരും മണിക്കൂറുകളിൽ കോസ്റ്റ് ഗാർഡ് അടക്കം നടത്തുക. അതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. 4 തരം അപകടകരമായ വസ്തുക്കൾ, അങ്ങേയറ്റം അപകടകരമായ വസ്തുക്കൾ എന്നുള്ളതാണ്. തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകമുണ്ട്, തീപിടിക്കാൻ സാധ്യതയുള്ള ഖരവസ്തുവുണ്ട്, തനിയെ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ, ഒപ്പം വിഷമുള്ള രാസവസ്തുക്കൾ, ഇവയെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കരയ്ക്ക് അടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതിനു മുൻപായി പ്രഥമ പരിഗണന നൽകേണ്ടത് കാണാതായവരെ കണ്ടെത്തുക എന്നുള്ളതും തീ നിയന്ത്രണ വിധേയമാക്കുക എന്നതുമാണ്. കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കപ്പലിൽ നിലവിൽ ആരുമില്ല എന്നൊക്കെയുള്ളത്. 40 ജീവനക്കാർ ഉണ്ടായിരുന്നു എന്ന് മന്ത്രി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ 22 എന്നുള്ള കണക്ക് മാറുകയാണോ എന്ന സംശയം. 22-ൽ 18 പേരാണ് കടലിലേക്ക് ചാടിയത്. അവരെ മുഴുവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ചിലർക്ക് പരുക്കുണ്ട് എങ്കിൽ പോലും സേഫ് ആണ് എന്നത് അതുൽ പിള്ള നേരത്തെ നമ്മളോട് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 4 പേർ മിസ്സിംഗ് എന്ന തരത്തിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഈ 40 ജീവനക്കാർ ഉണ്ടായിരുന്നു എന്ന് മന്ത്രി പറയുമ്പോൾ എന്താണ് അതിൽ ഒക്കെ വ്യക്തതയോടെ നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പറയാൻ പറ്റുന്നത് എന്നത് ഈ ഘട്ടത്തിൽ അറിയില്ല. അതിലെല്ലാം അവ്യക്തതയുണ്ട് എന്നതാണ്. ഏതായാലും അങ്ങേയറ്റം അപകടകരമായ രാസവസ്തുക്കൾ ഈ കപ്പലിലുണ്ട് എന്നുള്ളത് ആശങ്കാജനകമാണ്. 620 കണ്ടെയ്നറുകൾ ആകെയുള്ളതിൽ 50 കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട് എന്നതാണ് മന്ത്രി പറഞ്ഞത്. അത് 20 ആണോ 50 ആണോ എന്നുള്ളതിലും ഇനിയും വ്യക്തത കൈവരാനുണ്ട്.